നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന പരിചരണവും കാര്യങ്ങളും കറക്റ്റാണെങ്കിൽ ഇതുപോലെ നമുക്ക് നന്നായിട്ട് വളർന്ന് കിട്ടും. അതുപോലെ ഫംഗസോ കീടശല്യമോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഈ ചെടീനെ ബാധിക്കില്ല. ചെടിക്ക് കരുത്ത് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഓരോ പ്രശ്നങ്ങളും തന്നെ. ഇപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ പിടിപെടൽ കുറവല്ലേ. അതുപോലെ തന്നെയാണ് ചെടികളുടെ കാര്യം. നല്ല ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ അതിന് കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും കുറയും. നമ്മളിവിടെ ഇപ്പോൾ ഈ ചെടിക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് ആട്ടുംകാട്ട ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രീമിയവും കാര്യങ്ങളൊക്കെ ചേർത്ത് ഇട്ടിരുന്ന സംഭവമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കണം. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഒരു 15-20 ദിവസം കൂടുമ്പോൾ ഗ്രോ നൈട്രോക്കിൻ സ്പ്രെഡോളും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കും. അതാണ് നമുക്ക് ഇത്രയും ഗ്ലൈസിങ്ങിലും ഇത്രയും പവറിലും ചെടി നിൽക്കണേ, നല്ല ആരോഗ്യത്തോടു കൂടി. അതിൻ്റെ ഇലകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ചെടി നടുമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വളം കൊടുത്ത് നന്നായിട്ട് പരിചരണവും കാര്യങ്ങളും കൊടുത്താൽ നമുക്ക് ഫംഗസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ഏക്കാതെ തന്നെ ചെടി നന്നായിട്ട് വളർന്നു പോരും. കാര്യം ഫംഗസും കാര്യങ്ങളും വന്ന് പിടിപെട്ടാൽ ആ ചെടിയുടെ വളർച്ച മുരടിച്ചു പോവും. പിന്നെ അതിനെ നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു 6 മാസത്തെ വളർച്ച എന്ന് പറഞ്ഞോണം കീഴ്പോട്ടായി പോകും. പിന്നെ അത് വളർന്ന് ആരോഗ്യത്തോടു കൂടി വന്നെങ്കിൽ ടൈം കൂടുതൽ പിടിക്കും. അപ്പോൾ നമ്മൾ ചെടീനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പരിചരണവും കാര്യങ്ങളും കൊടുത്ത് ചെടീനെ ഇതുപോലെ നല്ല ആരോഗ്യത്തോടു കൂടി വളരാനുള്ള കാര്യങ്ങൾ. പ്ലാവ് പോലുള്ള ചെടികളുടെ ചുവട്ടിൽ നമ്മൾ ചപ്പു ചവറുകളൊന്നും കൂട്ടിയിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് നമ്മൾ വെള്ളമാണെങ്കിലും വളമാണെങ്കിലും ഒക്കെ ഒഴിക്കുന്ന സമയത്ത് ഒരല്പം മാറ്റി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വേരുകൾ അതെടുക്കുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഫംഗസ് ബാധ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ വളങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് നമ്പർ. അപ്പോൾ അതിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി.